ഫ്രണ്ട് കിക്കിൻ്റെ ബേസിക്കാണ് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത്. ഫ്രണ്ട് കിക്ക് ഇവിടെ ഓടി കേട്ടോ, മുട്ടിന് കഴിഞ്ഞു അപ്പോൾ അടിച്ചാൽ നമ്മൾ ഒടിഞ്ഞു പോകും. മനസ്സിലായോ? കാലൊടിഞ്ഞു. നേരെ നിൽക്കുന്ന ഒരാളാണെങ്കിൽ പെട്ടെന്ന് അടിച്ചാൽ ഒടിഞ്ഞു സാധാരണ ഒരാൾ. ഡിഫൻസ് ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർ തമ്മിൽ മാത്രമേ പ്രാക്ടീസ് ചെയ്യാൻ പാടുള്ളൂ. മറ്റൊരാൾക്കിട്ട് ഇത് ചെയ്യാനോ യൂസ് ചെയ്യാനോ ശ്രമിക്കരുത്. അങ്ങനെ ഈ ആയോധന കല നമ്മളുടെ മൈൻഡ് കൺട്രോൾ പ്രാക്ടീസാണ്. ഇതാ ചെയ്യുന്ന ആൾക്കാർ തമ്മിൽ ചെയ്യാൻ പാടുള്ളൂ. ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ ഏതെങ്കിലും അക്കാദമിയിൽ പോയി പഠിക്കണം. അല്ലാണ്ട് ഇത് മറ്റൊരാളെ വിളിച്ച് ചെയ്യാനോ അല്ലാത്ത രീതിയിൽ ഇത് പ്രയോഗിക്കാനോ പാടില്ല. ഓക്കെ, ഇന്ന് ഞങ്ങൾ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾ കണ്ട് ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്ത് തരുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇന്ന് ഡിഫൻസ് ഫ്രണ്ട് കിക്ക് ഇവിടെ വന്നാൽ ഒഴിവ് ബ്ലോക്ക് ഇവിടെ നിന്ന് ഓടിക്കുക, ഇവിടെ നിന്ന് ഓടിക്കുക. അത് ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അത് ഒഴിവ് ഈ ലെഗ് പൊക്കി കൂട്ടാം, തട്ട ഇവിടെ നിന്ന് തട്ടിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് അടിക്കുക. അവിടെ നിന്ന് അടിച്ചു കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ ഫസ്റ്റ് കാണിച്ചു തരാം. ഡിഫൻസ് 1 2 അടി 1 2 3 ഇവിടെ അടിച്ചു കേട്ടോ. ഇതാണ് ഫ്രണ്ട് കിക്ക്. അതായത് ബ്ലോക്ക് ഒഴിവ് ബ്ലോക്ക് കിക്ക്, ഒഴിവ് അടി ഒഴിവ് ബ്ലോക്ക് കിക്ക്. അതായത് ഈ ഒരു ഒറ്റ കണ്ണ് ഒഴിവുണ്ട് ബ്ലോക്കും ഉണ്ട് കിക്കും ഉണ്ട്. അത് തന്നെ ഓപ്പോസിറ്റ് കൂട്ടന്മാർ ഓപ്പോസിറ്റ് നമ്മളുടെ ഡിഫൻസ് ബ്ലോക്ക് ഓപ്പോസിറ്റ് ഫ്രണ്ട്. ഈ ലെഗ് ചേഞ്ച് കിക്ക് അത് ഇച്ചിരി ഫോഴ്സാണ്, ബാക്കിൽ നിന്ന് തന്നെ അടിയാണ്. കിക്ക് വരുന്നു ഇവിടുന്ന് നെക്സ്റ്റ് ഒരു നമ്മുടെ ആ കിക്ക് ചെയ്യുമ്പോൾ അതിലൊരു ഷൗട്ടിങ് കൂടി കൊടുക്കും. അപ്പോൾ നമുക്ക് ഇച്ചിരി കൂടി എനർജി കൂടിയേ വരുള്ളൂ. അടുത്ത കിക്കിൽ ഇച്ചിരി കൂടി ഫോഴ്സ് കൊടുക്കണം. ഫോഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഷൗട്ടിങ് സൗണ്ട് ബാസ് ഇച്ചിരി കൂടിയിടണം. കേട്ടോ, ഇപ്പോൾ ഈ സംസാരിക്കുന്നത് ആ സൗണ്ട് വ്യത്യാസം ഉണ്ടാവും. അങ്ങനെ കൊടുക്കണം. അത് നമുക്ക് മൂന്നും കൂടി നോക്കാം.